ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു ഫിഷ് കറിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നൊരു മീനാണ് എടുത്ത് കായലിലെ ഹമൂറാണ് ഇത് നമ്മൾ കറി വെക്കാൻ പോവാണ്. ആദ്യം നമ്മുടെ പാത്രം വെച്ചിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം കടുകിട്ടിട്ട് നല്ലോണം ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടണം. കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് ഇതാകുമ്പോഴത്തേക്ക് നമ്മൾ കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞത് ഇടണം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട്. ഇത് നമ്മളൊരു വേറൊരു രീതിയിലൊരു വെറൈറ്റി രീതിയിലാണ് നമ്മളിന്നിപ്പം ഇത് കറി വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം നല്ലതായിട്ട് വഴറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പിടുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നന്നായിട്ട് വഴറ്റി വരും. അപ്പോൾ നന്നായിട്ട് വഴറ്റുക. പിന്നെ അതിന് ശേഷം നമ്മൾ ഒരു തക്കാളിയും കൂടെ കട്ട് ചെയ്തിടണം. തക്കാളി കുറച്ച് പുളിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ലൊരു ഇതാണ്. അങ്ങനെ നമ്മൾ തക്കാളി ഒരെണ്ണമാണ് യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അടിയിൽ പിടിക്കാത്ത രീതിയിൽ. പിന്നെ അതിന് ശേഷം നമ്മൾ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ 2 സ്പൂൺ എന്തോ ആണ് ഇട്ടേക്കുന്നത്. പിന്നെ അതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ മുളക് പൊടി ഇടുന്നുണ്ട്. ഉലുവാപ്പൊടി ഇട്ടിട്ടുണ്ട് തോന്നുന്നു. പിന്നെ മുളക് പൊടി ഇടുന്നുണ്ട്. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് നമ്മൾ പച്ചമുളക് ചേർത്തതിൻ്റെ ബാക്കി എരിവ് എങ്ങനെയാണ് വേണ്ടതെന്ന് അതനുസരിച്ച് ഇടണം. പിന്നെ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. മൂത്ത് വരണം നന്നായിട്ട് മൂത്ത് ഒന്ന് ഒരു വേറൊരു കളറായിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന വെറും തേങ്ങയാണ് നമ്മൾ അരച്ചത്. അത് ഇതിനകത്ത് യോജിപ്പിക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ പച്ചമണമൊക്കെ മാറിയിട്ട്, അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് നന്നായിട്ട് അതൊന്ന് മൂത്ത് വരുന്നതെന്ന് വെച്ചാൽ നല്ല പച്ചമണമൊക്കെ മാറി വന്ന് നല്ലൊരു ടേസ്റ്റ് വരത്തുള്ളൂ. കുറച്ച് വെള്ളവും കൂടെ നമ്മൾ ആഡ് ചെയ്യണം ഇതിനകത്ത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഒരുപാട് വെള്ളം ചേർക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അരപ്പ് എങ്ങനെയാണോ വേണ്ടത് അതനുസരിച്ചായിരിക്കണം നമ്മൾ വെള്ളം ചേർക്കുന്നത്. അപ്പം നമുക്ക് ഇത്രയും അരപ്പാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ നമ്മുടെ പാകത്തിന് ഉപ്പും കൂടി ഇടണം. ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമ്മുടെ പുളി വടക്കം പുളിയാണ് നമ്മൾ ഇടുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ വടക്കം പുളി എന്നാണ് പറയുന്നത്. നമുക്ക് ആവശ്യത്തിന് പുളിക്ക് അനുസരിച്ച് ഇടാവുന്നതാണ്. പുളി നന്നായിട്ട് കഴുകിയിട്ട് വേണം ഇടാനായിട്ട്. ഒരു കറുപ്പ് എന്താ പറയുക, ഒരു അഴുക്ക് പോലെ വരും ഇതിനകത്ത് അടിയിൽ. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് കഴുകിയാണ് പുളി ഇടേണ്ടത്. പിന്നെ നമ്മുടെ അരപ്പ് നന്നായിട്ട് വേവണം. വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് മീനൊന്ന് സെറ്റ് ചെയ്യാം. മീൻ നമ്മൾ ഫ്രീസറിൽ വെച്ചിരുന്നതാണ്. ഇത് നമ്മൾ ഐസൊക്കെ മാറി എടുത്തു. പിന്നെ നമുക്കിത് കട്ട് ചെയ്യണം. ഇനി ഇത് കട്ട് ചെയ്യുന്നത് നമ്മളൊന്ന് ജസ്റ്റ് 2-3 വെള്ളത്തിൽ കഴുകിയിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. തല കുറച്ച് വലുതാണ്, നമ്മൾ തല കളയത്തില്ല, തല കറിക്കകത്തിടും. അപ്പോൾ തല കട്ട് ചെയ്യാണ്. പിന്നെ അതിന് ശേഷം ആയപ്പോഴത്തേക്ക് നമ്മൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ കുറച്ച്
ഉപ്പിട്ടിട്ട് ഇതൊന്ന് വൃത്തിയാക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മീനിൻ്റെ എല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ അരപ്പിലേക്ക് മീനിട്ട് അങ്ങനെ നമ്മൾ ഇത് പൊടിഞ്ഞു പോകാതെ നമ്മൾ ശ്രദ്ധിച്ചോണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കുമ്പോൾ ശ്രദ്ധിച്ച് ഇളക്കണം, മീൻ പൊടിഞ്ഞു പോവാതെ. അങ്ങനെ നമ്മുടെ കറി റെഡിയായി, ഏകദേശം വെന്ത് റെഡിയായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കറി റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് സെർവ് ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ.